അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ ജീവചരിത്രം എങ്ങനെ എന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. മതപ്രബോധനം വളരെ പ്രയാസങ്ങൾ സഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരു സന്തോഷ വാർത്ത നടന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മു റുമാൻ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നു. ആ പെൺകുഞ്ഞാണ് ലോകം എക്കാലത്തും അതിശയത്തോടെ ഓർക്കുന്ന നമ്മുടെ ഉമ്മ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. ഈമാനിൻ്റെ പ്രകാശത്തിലേക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹ പിറന്നു വീണത്. സത്യവിശ്വാസികളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു അതിശയ വനിതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദമായ ചരിത്രം ലോകത്തിന് പറഞ്ഞു കൊടുത്തതും ആയിഷ ബീവിയായിരുന്നു. നുബുവത്തിൻ്റെ 10-ാം വർഷം മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയെ വിവാഹം ചെയ്തുവെങ്കിലും വീട് കൂടിയത് ഹിജ്റ 2-ാം വർഷം ഷവ്വാലിൽ മദീനയിൽ വെച്ചായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ആഴമറിഞ്ഞ പണ്ഡിത വനിതയായിരുന്നു മഹദി അവർകൾ. ഓരോ ആയത്തിനെക്കുറിച്ചും അവർക്ക് വിശദമായി വിവരിക്കാൻ കഴിഞ്ഞിരുന്നു. അറബി ഭാഷാ സാഹിത്യം നന്നായി കൈകാര്യം ചെയ്തിരുന്നു അവർ. പ്രതിഭാസമ്പന്നയായ കവിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഇമ്പമുള്ള ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം നന്നായി പഠിച്ചിട്ടുണ്ട്. നല്ലൊരു അധ്യാപിക കൂടിയായിരുന്നു അവർ. വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി ധാരാളം ക്ലാസുകൾ നടത്തിയിരുന്നു. പിൽക്കാലത്ത് അവരെല്ലാം പണ്ഡിതരും പണ്ഡിത വനിതകളും ആയിത്തീർന്നിട്ടുണ്ട്. അതിശയകരമായ ഓർമ്മയുടെ ഉടമയായിരുന്നു മഹദി. ഒരിക്കൽ കേട്ടാൽ മതി, പിന്നീടത് മറന്നു പോകില്ല. നബിയുടെ മറ്റു ഭാര്യമാർക്ക് ലഭിക്കാത്ത ശ്രേഷ്ഠതകൾ ആയിഷ ബീവിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ വഹ്യ് ഇറങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയാൽ ഉടൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കും. അവരത് പഠിക്കും, എഴുതി വെക്കും. പ്രവാചകർ പട നയിച്ച് രണാങ്കളത്തിലേക്ക് പോയപ്പോൾ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയും പോയി. യാത്രാ അനുഭവങ്ങളെല്ലാം വിശദാംശങ്ങളോടെ ലോകത്തിന് പറഞ്ഞു കൊടുത്തു. യുദ്ധരംഗങ്ങൾ നേരിൽ കണ്ടു. ചില പ്രത്യേക സാഹചര്യത്തിൽ രണാങ്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. മുറിവേറ്റ ഭടന്മാരെ പരിചരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ധീരവനിതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തിനു ശേഷം പല വിപത്തുകളും നേരിടേണ്ടി വന്നു. എങ്കിലും അമ്പരപ്പിക്കുന്ന ധീരതയോടെ മുന്നോട്ട് ഗമിക്കുന്നതാണ് ലോകം കണ്ടത്. ഭീതിയുടെ നേരിയ നിഴൽ പോലും കണ്ടില്ല. ദാനശീലയായിരുന്നു അവർ. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. യതീമുകളുടെയും വിധവകളുടെയും അഭയകേന്ദ്രമായിരുന്നു അവർ. മഹദിയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത് കടലോളം വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് കവികൾ ആയിഷ ബീവിയെക്കുറിച്ച് വർണ്ണിച്ചെഴുതിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുമൊത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ആദ്യ തവണ ആയിഷ ബീവി വിജയിക്കുകയും അടുത്ത തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ശുദ്ധജലത്തിൽ നോക്കി താടിയും മുടിയും ശരിയാക്കുന്നത് കണ്ട് ബീവി ചോദിച്ചു, ഈ പ്രായത്തിലാണോ സൗന്ദര്യശ്രദ്ധ? ആ സമയത്ത് നബിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഒരു പുരുഷൻ അവൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ സുന്ദരനായിരിക്കട്ടെ. നിശ്ചയം അല്ലാഹു സുന്ദരനാണ്. അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അന്വേഷണ ത്വര മഹദിയുടെ പ്രത്യേകതയായിരുന്നു. എന്ത് കാര്യവും ചോദിച്ച് മനസ്സിലാക്കിയെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുനബി പത്നിമാരുടെയും ലോകത്തെ മുഴുവൻ സ്ത്രീകളുടെയും വിജ്ഞാനം ഒരു തട്ടിലും മറ്റേ തട്ടിൽ ആയിഷ ബീവിയുടെ വിജ്ഞാനവും വെച്ചാൽ ആയിഷ ബീവിയുടെ വിജ്ഞാനമാണ് ശ്രേഷ്ഠം. 2210 ഹദീസുകൾ ബീവിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 174 എണ്ണം ബുഖാരി മുസ്ലിം ഒരുമിച്ചും 54 എണ്ണം ബുഖാരി ഇമാമും 68 എണ്ണം മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ ഉദാരമതിയായിരുന്നു മഹദി. ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നു, സമ്പത്തിൽ നിന്ന് ഒന്നും സൂക്ഷിച്ചു വെക്കുന്ന പതിവ് ബീവിക്കുണ്ടായിരുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണെന്നതാണ് മഹദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യകയും ആയിഷ റളിയല്ലാഹു അൻഹ ആണ്. അപാരമായ അറിവും ബുദ്ധിശക്തിയും ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. മഹദിയുടെ വീട്ടിൽ തന്നെയാണ് നബിയെ
മറവു ചെയ്തതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും മാതൃകാ ദമ്പതിമാരായിരുന്നു. 9-ാം വയസ്സിൽ വിവാഹിതയായ മഹദിക്ക് നബി വഫാത്താകുമ്പോൾ പ്രായം 18. ഈ കാലയളവിൽ ഭർത്താവിൽ നിന്നും സ്വായത്തമാക്കിയ അറിവ് സ്വജീവിതത്തിൽ പകർത്തുകയും പിൽക്കാലത്ത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇസ്ലാമികാധ്യാപനത്തിൻ്റെ പ്രധാന പങ്കും പിൽക്കാല സമൂഹം പഠിച്ചത് ആയിഷ ബീവിയിലൂടെയാണ്. ഹിജ്റ 57 റമളാൻ 17 ചൊവ്വാഴ്ച 66 വയസ്സുള്ള ബീവി വഫാത്തായി. ജന്നത്തുൽ ബഖീഇലാണ് മറവു ചെയ്തത്. മഹദിയോടൊപ്പം അള്ളാഹു അവൻ്റെ സ്വരോഗ സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് ചേർക്കട്ടെ. ആമീൻ. നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു.